ഗസയിൽ നിന്ന് ഹമാസ് സർക്കാർ പിരിഞ്ഞുപോയെങ്കിലും ഇസ്രായേലിനോടുള്ള കലി ഹമാസിന് ഒടുങ്ങിയിട്ടില്ല. ഖലീൽ അൽ ഹയ്യയുടെ പുതിയ നേതൃത്വത്തിന് പിന്നിൽ ഇസ്രായേലിനെതിരെയുള്ള പടയൊരുക്കമെന്ന് വ്യക്തം. ഇറാനുമായുള്ള ഖലീൽ അൽ ഹയ്യയുടെ അടുത്ത ബന്ധം ചർച്ചയാകുമ്പോഴും പലകുറി ഇസ്രായേൽ ലക്ഷ്യം വെച്ച തീവ്ര നിലപാടുകാരൻ എന്നതും ഇസ്രായേൽ ആക്രമണത്തിൽ 4 മക്കൾ കൊല്ലപ്പെട്ട അച്ഛൻ എന്നതും ഇസ്രായേലിനോട് പക തീർക്കാനുള്ള ഹമാസിന്റെ അവസരമാകും. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ പുതിയ പരമോന്നത രാഷ്ട്രീയ തലവനായി മുതിർന്ന നേതാവും മുൻ മുഖ്യ ചർച്ചക്കാരനുമായ ഖലീൽ അൽ ഹയ്യെ ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസയിൽ വെച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യഹ്യ സിൻവറിന്റെ പിൻഗാമിയായാണ് 65-കാരനായ ഖലീൽ അൽ ഹയ്യ ഹമാസ് പോളിറ്റ് ബ്യൂറോയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. മുൻ മേധാവി ഖാലിദ് മഷാൽ ഉൾപ്പെടെയുള്ള പ്രമുഖരെ അട്ടിമറിച്ച് അതീവ രഹസ്യമായി നടത്തിയ ആഭ്യന്തര തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം സംഘടനയുടെ കമാൻഡ് ഏറ്റെടുത്തത് എന്ന് ഹമാസ് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇസ്മായിൽ ഹനിയ, സാലിഹ് അൽ അലൂരി, യഹ്യ സിൻവർ തുടങ്ങിയ ഹമാസിന്റെ പ്രമുഖ ഉന്നത നേതാക്കളെല്ലാം ഇസ്രായേൽ ആക്രമണങ്ങളിൽ തുടർച്ചയായി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സംഘടനയെ രാഷ്ട്രീയമായും നയതന്ത്രപരമായും പുനരുജ്ജീവിപ്പിക്കുക എന്ന കടുത്ത ദൌത്യമാണ് ഈ മാറ്റത്തിലൂടെ ഹമാസ് ലക്ഷ്യമിടുന്നത്. ഗാസയിൽ വെടിനിർത്തലിനും ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി ഖത്തർ, ഈജിപ്ത്, US എന്നിവരുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നുവരികയാണ്. ഈ ചർച്ചകളിൽ ഹമാസിന്റെ പ്രധാന പ്രതിനിധിയായി പ്രവർത്തിച്ചു പോകുന്നത് ഖലീൽ അൽ ഹയ്യായിരുന്നു. ഹമാസിന്റെ മുൻ മേധാവി യഹ്യ സിൻവറിന്റെ ഏറ്റവും വിശ്വസ്തനായ സഹപ്രവർത്തകനായിരുന്നു അൽ ഹയ്യ. ഹമാസിന്റെ പ്രധാന സാമ്പത്തിക സൈനിക സഹായിയായ ഇറാനുമായി അതീവ ദൃഢബന്ധം പുലർത്തുന്ന ഖലീൽ അൽ ഹയ്യ വടക്കൻ അറബ് മേഖലയിൽ സിറിയയുമായുള്ള ഹമാസിന്റെ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചിരുന്നു. 2024 സെപ്റ്റംബറിൽ ഖത്തറിലെ ദോഹയിൽ വെച്ച് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. നിലവിൽ ഖത്തർ കേന്ദ്രീകരിച്ച് ഹമാസിന്റെ വിദേശകാര്യ നയങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. പൂർണ്ണ ചുമതലയോടെ അധികാരമേൽക്കുന്നതോടെ ഇസ്രായേലിനെതിരെയുള്ള സൈനിക പ്രതിരോധം ശക്തമാക്കും എന്ന് തന്നെയാണ് ഹമാസ് സൂചിപ്പിക്കുന്നത്. ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യം വധിച്ച യഹ്യ സിൻവറിന് പകരക്കാരനായി ഹമാസ് പുതിയ നേതാവിനെ പ്രഖ്യാപിക്കുമ്പോൾ മുൻ രാഷ്ട്രീയ നേതാവ് ഖാലിദ് മഷാലുമായി നടന്ന റൺ ഓഫ് വോട്ടെടുപ്പിലെ ആഭ്യന്തര ബാലറ്റിലാണ് മുൻ ഡെപ്യൂട്ടി ചെയർമാനും 5-അംഗ നേതൃത്വ കൌൺസിൽ അംഗവുമായ ഖലീൽ അൽ ഹയ്യ വിജയിച്ചത്. തിങ്കളാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ഹമാസ് ഈ വിവരം അറിയിച്ചത്. പടിഞ്ഞാറൻ തീരം, ഗസ, ഇസ്രായേൽ ജയിലുകൾ, പ്രവാസ ലോകം എന്നിവിടങ്ങളിൽ മാസങ്ങളോളം നീണ്ടുനിന്ന സങ്കീർണമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കൊടുവിലാണ് അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 2024 യഹ്യ സിൻവർ, സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫ്, തെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ട ഇസ്മായിൽ ഹനിയ എന്നിവരുടെ മരണത്തെ തുടർന്നാണ് ഹമാസ് നേതൃത്വത്തിൽ ഖലീൽ അൽ ഹയ്യയുടെ പ്രാധാന്യം കൂടിയത്. തുടർന്ന് രൂപീകരിക്കപ്പെട്ട താൽക്കാലിക ഭരണസമിതിയായ 5-അംഗ നേതൃത്വ കൌൺസിൽ അദ്ദേഹം അംഗമായിരുന്നു. 2025 ഒക്ടോബറിൽ ഇസ്രായേലുമായി താൽക്കാലിക വെടിനിർത്തൽ കരാർ ഒപ്പിട്ടപ്പോൾ ഹമാസിന്റെ മുഖ്യ ചർച്ചക്കാരനായി പ്രവർത്തിച്ചത് ഇദ്ദേഹമാണ്. ഇസ്രായേൽ പക്ഷത്തു നിന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എങ്കിലും ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു തീവ്ര നിലപാടുകാരൻ എന്ന് തന്നെയാണ് ഇസ്രായേൽ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. 1960-ൽ ഗസയിൽ ജനിച്ച ഖലീൽ അൽ ഹയ്യ 1987 ഹമാസ് രൂപീകൃതമായ കാലം മുതൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തുടർന്നു. 2006-ൽ പലസ്തീൻ അതോറിറ്റിയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഉപരോധങ്ങളുടെ നിയന്ത്രണങ്ങളില്ലാതെ ഖത്തർ കേന്ദ്രീകരിച്ച് നയതന്ത്ര തലത്തിൽ പ്രവർത്തിച്ച അൽ ഹയ്യ ഈജിപ്ത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്കിടയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വധശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത് 2 തവണ. മുൻപ് നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇദ്ദേഹത്തിന്റെ 4 മക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2014 ആക്രമണത്തിൽ മൂത്ത മകൻ ഒസാമയും കുടുംബവും, കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ദോഹയിലുണ്ടായ ആക്രമണത്തിൽ മകൻ ഹുമാം ഉൾപ്പെടെ 5 പേരും കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പക വെച്ച് തന്നെയായിരിക്കും ഇയാൾ ഹമാസിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. ഒപ്പം ഇറാനോടുള്ള കടുത്ത അടുപ്പവും ഇസ്രായേലിന്റെ എതിരെയുള്ള വെല്ലുവിളികൾക്ക് ആക്കം കൂട്ടും. ന്യൂസ് ഡെസ്ക് കർബൻസ്.